പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് ലൂട്ടൺ എയർപോർട്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം നിങ്ങൾ തമിഴിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ അൽബേനിയയിലേക്ക് കേട്ടോ ഒരു 4 ദിവസത്തെ റോഡ് ട്രിപ്പ് നമ്മൾ അൽബേനിയയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഒരുപാട് എക്സൈറ്റ്മെന്റിലാണല്ലേ അല്ലേ? അതെ അതെ. ഇത് വെളുപ്പിന് ഇപ്പൊ എത്ര സമയം ഇപ്പൊ 3:45 3:30 ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 1 മണിക്ക് ഇറങ്ങിയതാട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന കാഴ്ചയും ഇനിയുള്ള ഒരു 3-4 ദിവസത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഈ ട്രാവൽ സീരീസ് മൊത്തം നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതി ചെയ്യാനാട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാണ് അൽബേനിയ പോയി കറങ്ങി വരുന്നത്. നമ്മൾ ഏജൻസി വഴിയൊന്നും അല്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് പോവുകയാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ഒരു രീതിയിലാട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് കുറച്ച് പൈസ കയ്യിലെടുത്ത് പിടിക്കണം. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പം കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. അവിടെ ക്യാഷ് കൊടുത്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവിടെ എല്ലാവർക്കും ക്യാഷ് ഇൻ ഹാൻഡ് ആണ് വേണ്ടത്. നമ്മുടെ കാർ ട്രാൻസാക്ഷൻ ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ സ്വീഡനിൽ നേരെ ഇവിടെ വന്ന് ഇവിടെ ഒരു ടാക്സി നമ്മുടെ കാർ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് പിന്നെ ഷട്ടിൽ സർവീസ് എടുത്ത് ഇങ്ങ് വരുമായിരുന്നു കേട്ടോ. അത് അടിപൊളി ഒരു സെറ്റപ്പ് ആയിരുന്നു. 20 പൗണ്ടിന് നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് 3 ദിവസം 4 ദിവസം കാർ പാർക്ക് ചെയ്യുന്നതിന് അത്ര റേറ്റ് വരുന്നു. അല്ലാതെ നമ്മള് നോർമൽ കാർ പാർക്കിംഗ് ആണെങ്കിൽ 60 പൗണ്ട് 70 പൗണ്ടാണ് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത്. ഒരു NHS സ്റ്റാഫ് ഡിസ്കൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും കുറഞ്ഞ് കിട്ടി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കുറച്ച് ക്യാഷ് എടുത്ത് കൈവെക്കുന്നുണ്ടോ. കാരണം അൽബേനിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലങ്ങളിൽ ക്യാഷ് ആയിരിക്കും, ക്യാഷ് കൊടുക്കണം, കാർഡ് എടുക്കത്തില്ല. അപ്പോൾ നമ്മളൊരു 200 പൗണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാം. ATM വെച്ച് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാ. ഇതൊരു കുഞ്ഞ് എയർപോർട്ടാണ് ലൂട്ടൺ അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇച്ചിരി വലിയ എയർപോർട്ടാണ്, പക്ഷെ ചെറുതും അല്ല എന്നാ വലുതും അല്ല. ബ്രിസ്റ്റോൾ പോലെ തന്നെ അല്ലേ? ബ്രിസ്റ്റോൾ ഒക്കെ പോലത്തെ ഒരു എയർപോർട്ടാണ്. നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തോട്ടോ. പിന്നെ നമുക്ക് നേരെ പോയി ചെക്ക് ഇൻ ചെയ്യാം. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണാം അല്ലേ? അങ്ങനെ ഇത് നമ്മൾ ഇമിഗ്രേഷനും ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ടൈമാണ്. ഇപ്പം 4:30 ആയിട്ടേ ഉള്ളൂ. 6:05 നമ്മുടെ ഗേറ്റ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. സോ പക്ഷെ ഞാൻ പറയട്ടെ, മണിക്കൂറുണ്ട്. എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ 5000 പൗണ്ടേ ഉള്ളൂ കേട്ടോ ലിമിറ്റ്. അത് നോക്കിയിട്ട് നീ ചിലവാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീയിൽ കുറേ നാളെ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് ഏകദേശം 1.5 വർഷത്തോളം അതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുകയാണ്. ജസ്റ്റ് കയറിയതുള്ളൂ കേട്ടോ. കുറേ നാളായിട്ട് നമ്മള് ഇപ്പം വെയിറ്റിംഗ് ആയിരുന്നു. ആയിക്കോട്ടെ, പെർഫ്യൂംസ് ആയിക്കോട്ടെ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഈ സാധനം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ ഭംഗിയാണ്. ഫൈനലി നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മുടെ അൽബേനിയൻ റോഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ആമി നമ്മളെക്കാളും മുന്നേ ഓടി കയറും കേട്ടോ. ഓക്കെ ആമി, അങ്ങനെ ആമിക്കുട്ടി ഇതേ ഫസ്റ്റ് ആയിട്ട്. ആമി എവിടെ ഇരിച്ചു? ആമി നമ്മള് എയർപ്ലെയിനിലാണോ? ഓ, അമ്മയ്ക്ക് സ്വന്തമായിട്ട് സീറ്റ് ഒക്കെ ഉണ്ടല്ലോ. Are you happy? Yes. I'm so hungry. You're so hungry? Yeah. Oh. ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇതിനകത്ത് ഈ ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടൂല. ഇല്ല. ഓ, അവിടെ എന്താ വെക്കേണ്ടതാ? കോഫിയാണോ? ഡാഡി അങ്ങ് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടുന്ന്. ഓക്കെ, അമ്മയ്ക്ക് ബെൽറ്റ് ഉണ്ടല്ലോ. ഊരണ്ട കേട്ടോ, ഊരണ്ട. കൈ അതിന്റെ ഇടയ്ക്ക് കൊടുക്കും. ഹലോ, എങ്ങനെയായിരുന്നു? ഉറങ്ങുമായിരുന്നാ? നല്ല ഉറക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ സീറ്റ് എനിക്ക് ഇറങ്ങാൻ പോയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിനകത്ത്.
അങ്ങനെ ഫൈനലി ഞങ്ങൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റെന്റ് കാർ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇനി റെന്റ് കാർ എടുക്കുന്ന അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ, ഏത് വണ്ടിയാണെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി ഐറാലോയുടെ സിം എടുത്തിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അത് വർക്കിംഗ് ആണോ? അത് വർക്കിംഗ് ആണോ? വർക്കാവുന്നുണ്ട്. ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ സിം എടുത്തിട്ട് പോവായിരുന്നു. ഇല്ല, ഇവിടുന്ന് സിം എടുക്കുക. നേരെ വണ്ടി ഇനിയിപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഞാനത് ഏത് ഇതിന്റെ ബുക്ക് ചെയ്തേ നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഇതുവഴി അന്ന് ബുക്ക് ചെയ്തെങ്കിലോ ഏത് ടീമാണെന്നറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അൽബേനിയയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ഇത് നമ്മൾ അൽബേനിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ അൽബേനിയൻ ജേർണികളായിരിക്കും കേട്ടോ. ഞങ്ങളൊരു 4 ദിവസമാണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ റോഡ് ട്രിപ്പാണ്. ഇതാണ് നമ്മുടെ ടിരാന എയർപോർട്ട് അല്ലേ. ആക്ച്വലി ഇപ്പോഴത്തെ വെതർ നമ്മുടെ യു കെയിലെ വെതർ പോലെ സെയിം ആണ്. അടിപൊളി വെതർ ആട്ടോ. ചെറിയ ചൂടുണ്ട്. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു. ഈ ഒരു വെതർ വേണം അല്ലേ. ഇതാണ് ടിരാന എയർപോർട്ട്. പല വീഡിയോയിലും കണ്ടപ്പോഴേ ഇവിടെ വരണത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് സാധിച്ചു കേട്ടോ. നമ്മുടെ 5ാമത്തെ രാജ്യം ഇത്. എടി ആമി, ഹാപ്പിയാണോ നീ? വാ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാർ എവിടെയായിരുന്നു? ബെറ്റാനി എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. അത് ഏതാ കമ്പനിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. വാ, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. റെന്റ് കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം വന്ന് നമ്മളോട് ചോദിക്കും സിം വേണമെങ്കിൽ. എല്ലാം ഓക്കെ കേട്ടോ. സിം വേണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കാറിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ ആൾക്കാരുണ്ട്. ഇത് സ്കാം ആണോ എന്ന് അറിയത്തില്ല. ഒരുപാട് പേര് നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ ഇതുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെന്റ് കാറിൻ്റെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയവിടെ തന്നെ കാർ എടുക്കുക. കാർ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ടാക്സിക്ക് കൊടുക്കത്ത പൈസ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ അവിടെ മോണ്ടിനീഗ്രോ പോയി പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയവിടെ തന്നെ വണ്ടി എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. കണ്ടുപിടിക്കണം, നമ്മൾ എടുത്തേക്കുന്ന പ്രൊവൈഡർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. Hello, rent car brother? ഓൾറെഡി ബുക്ക് ചെയ്യാം. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ. വലിയ ചൊറയില്ല എന്നാലും. അല്ല, ഒരുപാട് പേരിങ്ങനെ ഉണ്ടെന്ന് പറയുമായിരുന്നു നമ്മളെ വിളിച്ചോണ്ടേ. നമ്മൾ ബുക്ക് ചെയ്തത് മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. രാജ്യത്തിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മദർ തെരേസ. നമ്മുടെ മദർ തെരേസ ജനിച്ച രാജ്യം കൂടെയാണെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല കേട്ടോ. കുറെ പേര് അല്ലാന്നും പറയുന്നുണ്ട്, കുറെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടം. യെസ്, അതാണ് നമ്മൾ വന്നു എന്ന് പറയാലോ. മാത്രമല്ല മദർ തെരേസനെ പോലെയുള്ള ഒരുപാട് പേര് ഏകദേശം ആ ഒരു ആൾക്കാർ തന്നെ ഇവിടെ കാണാനുള്ള. നമ്മൾ മോണ്ടിനീഗ്രോയിൽ പോയെന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എല്ലാരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഭയങ്കര ഹെൽപ്പ് തോന്നി കേട്ടോ നമ്മൾക്ക് ഇറങ്ങിയപ്പം. മോണ്ടിനീഗ്രോയിലെ ആൾക്കാർ നല്ലതായിരുന്നു, പുറത്തുനിന്ന് വന്ന ആൾക്കാരെ കൊള്ളാത്ത. അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നവര്, ടൂറിസ്റ്റ് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഒരുമാതിരി നോട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നിയില്ല നമുക്ക് ഇതുവരെ. പിന്നെന്ന് പറഞ്ഞാൽ കുറെ കാണാനുണ്ട്, കുറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനുണ്ട്. 4 ദിവസത്തെ യാത്രയിലേക്ക് നിങ്ങളെയും കൂടെ സ്വാഗതം ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഷട്ടിൽ സർവീസ് ഉണ്ട് കേട്ടോ നമ്മുടെ റെന്റ് കാറിന് അങ്ങോട്ടേക്ക്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുവേണ്ടി വലിയൊരു ഷട്ടിലാണ് നമുക്ക് വേണ്ടി മാത്രം അല്ലേ. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. ആമി കാർ സീറ്റ് ഇല്ലാതിരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ്. നമ്മള് മറ്റേത് കാർ സീറ്റ് പറഞ്ഞായിരുന്നു, കിട്ടുമോ അറിയില്ല കേട്ടോ. മോണ്ടിനിഗ്രോയിൽ പോയപ്പോ കാർ സീറ്റ് ആവശ്യമില്ലായിരുന്നു അല്ലേ. എക്സൈറ്റഡ്. ഓടിക്കുന്നത് ശ്രദ്ധിച്ചാ പിന്നെ നീ ഓടിക്കണ്ടേ? ഞാൻ ഓടിക്കില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇതുണ്ട് ഇവിടെ നമ്മളെ ഇവിടെ കൊണ്ടിറക്കിട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓഫീസ്. ഇനിയിപ്പോ നമുക്ക് നേരെ അകത്തേക്ക് പോയി വണ്ടി എടുക്കാം അല്ലെ. ഇതല്ല നമ്മള് പറഞ്ഞേക്കുന്നത് മറ്റേ ഇത് തൊട്ടാ ഹാച്ച് ബാക്കാ. ഇത് അതിനകത്ത് ചെടി സെഡാൻ വേണ്ട നമുക്ക്. ഇത് നമുക്ക് ഇവിടെ ഓടിച്ച് പഠിക്കണല്ലോ.
എല്ലാ ബാഗും എടുത്തില്ലേ? അതല്ലേ പെറ്റാനി ഏജൻസി. നമ്മുടെ കാറ് നമ്മുടെ കൈ കിട്ടി കേട്ടോ. അബി ഇവിടെ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് എടുക്കുവാണ്. എന്തെങ്കിലും പോറല്ലോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവസാനം നമ്മുടെ പറഞ്ഞ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് എടുക്കുവാണ്. നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്തപ്പോൾ വോക്സ് വാഗൻ ഗോൾഫ് ആയിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മുടെ കൈ കിട്ടിയത് അല്ല, ബുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് വോക്സ് വാഗൻ ഗോൾഫ് ഓർ സിമിലർ എന്നായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കൈ കിട്ടിയപ്പോൾ ഇത് ഏത് വണ്ടി കാണിച്ചേ? ആ, ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെയാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇവന്മാര് പറയുന്നത് എന്നാ വെച്ചാല് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് booking.com അയച്ചു കഴിഞ്ഞൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ പേര് നമ്മളൊന്ന് എടുത്തു വെക്കും. ഇത് ഇവിടെ ഒരു വെള്ള ഒരു ഇതുണ്ട്, അതെടുത്തോ? ഇത് ഒക്കെ എടുത്തോ, ഒന്നും വിട്ട് കളയണ്ട. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ ഇവിടെ. ഫ്യൂൽ ലെവൽ നമ്മൾ എത്രയാണ് എടുത്താൽ അത്ര തന്നെ തിരിച്ചു കൊടുക്കണം അല്ലേ? കുറവാട്ടോ. ഇതിന് എവിടെ പോയിട്ട് ഫ്യൂൽ അടിക്കുമോ എന്തോ. എന്നപ്പേ ഇത് ഇവിടെ ഒരു ഇതുണ്ട്, പോറൽ ഇത് കണ്ടോ? കട്ടുന്നുണ്ടോ എന്നൊക്കെ? ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഇൻസൈഡ്. അങ്ങനെ നമ്മൾ വേറൊരു കാർ ഓടിക്കാൻ പോവാണല്ലേ. അപ്പനും മോളും കൂടി ഇവിടെ സാധനങ്ങൾ ലോഡ് ചെയ്യുവാണ് കേട്ടോ. കാർ സീറ്റ് ഉള്ളത് നോക്കിയത്, പക്ഷെ ഇതിന്റെ കാണുന്നില്ല, അറിയില്ല. അതില് പൈസ എക്സ്ട്രാ വന്നിട്ടില്ല. അത് നമ്മൾ ആദ്യം ചോദിച്ചത് വേറെ ഒരെണ്ണമായിരുന്നല്ലേ ചായ? ആ ഗോൾഫ് അല്ലായിരുന്നല്ലേ, ടീ ക്രോസ് ആയിരുന്നല്ലേ നമ്മൾ ബുക്ക് ചെയ്തേ? ആ, ആദ്യം ഗോൾഫ് ബുക്ക് ചെയ്യുക, അതിനകത്താണ് കാർ സീറ്റിന്റെ കൂടി എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തത് നമ്മള്. അത് കഴിഞ്ഞ് പിന്നെ അതെന്തോ കാര്യത്തിൽ അത് ക്യാൻസൽ ആയിപ്പോയി. നോക്കണം. ആ വെള്ളം അങ്ങ് പുറത്തോട്ട് എടുക്കാറുന്നല്ലേ ചേ? ആ പ്രാമിന്റെ അകത്തുള്ളതേ 2.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇവിടെ നല്ല കാലാവസ്ഥ 20 ഡിഗ്രിയുടെ ആ റേഞ്ചാന്ന് എനിക്ക് തോന്നുന്നു. ഓ മൈ ഗോഡ്, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സെറ്റ് ചെയ്യുവാണ് കേട്ടോ. പ്രാം ആദ്യം ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു, അത് കഴിഞ്ഞാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് പ്രാം ആഡ് ചെയ്തത് അല്ലേ? പിന്നെ ഞങ്ങൾ വെച്ച് കൊച്ചിനെ ഉറക്കം എങ്ങാനും ചെയ്തിട്ടുണ്ട്, കയ്യിലെടുത്തോണ്ട് നിൽക്കലും നടക്കൂല. ഞങ്ങള് ഫ്രണ്ടിലാ. അമ്മിക്കേ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയപ്പോ ഈ പുറത്തുനിന്ന് കാണുന്ന അത്ര ഇതില്ലായിരുന്നേ. ഫ്ലൈറ്റ് പുറത്തുനിന്ന് കാണുമ്പോ ഇപ്പോഴും പുള്ളിക്കാർക്ക് എക്സൈറ്റ്മെന്റാ. നമ്മള് ഫ്രണ്ടിലാണ് മുത്തേ. ഫൈനലി വണ്ടി നമ്മുടെ കൈ കിട്ടി. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വണ്ടി, പക്ഷെ നമ്മളെ ഫോർഡിന്റെ അത്ര പുള്ളിങ് ഇല്ല കേട്ടോ. ഞാൻ ഇച്ചിരി സ്ലോ ആയി, എനിക്ക് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടൊരു ഇച്ചിരി. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കാണ് കേട്ടോ. ആമിക്കുട്ടി ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്ത കേട്ടോ. അല്ലല്ല, മോണ്ടിനിഗ്രോയിൽ വന്നപ്പോ യാത്ര ചെയ്തായിരുന്നു. നല്ല വെതറാണ് കേട്ടോ, നമുക്ക് വെതർ ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണ്, ഓവർ ചൂടില്ല, ഓവർ തണുപ്പില്ല. നമ്മളെ നാട്ടിലെ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓൺ അടിക്കുക, എന്ത് വേണം ചെയ്യാം, സൈഡിൽ നിർത്താം. വണ്ടി കുഴപ്പമില്ല കേട്ടോ, പക്ഷെ പുള്ളിങ് ഇല്ല, ഇനീഷ്യൽ പുള്ളിങ് കുറവാണ്. നമ്മളെ ഫോർഡ് എന്നൊക്കെ പറയുമ്പോ കാല് കൊടുക്കുമ്പോ കിങ് കയറി പോകും. ആ ഒരു ഇനീഷ്യൽ പുള്ളിങ് കുറവാണ് വണ്ടിക്ക്. പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് സുഖം, നല്ല രസമുണ്ട്. ചെറിയ വണ്ടി കേട്ടോ, ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഭയങ്കര ഈ ലൈനിനുള്ളിൽ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. നമ്മൾ കഴിഞ്ഞ വണ്ടി എടുത്ത ഇച്ചിരി കൂടെ വലിയതുപോലെ തോന്നിയായിരുന്നു നമുക്ക്. മറ്റേതായിരുന്നു കിയ അല്ല, കിയനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു വണ്ടിയായിരുന്നു. അത് നല്ല വണ്ടിയായിരുന്നു. അത് റെനോൾട്ടിന്റെ നല്ലൊരു, അത് ഇച്ചിരി കൂടെ പുതിയ വണ്ടി, നല്ല വണ്ടിയായിരുന്നു. അത് ഇച്ചിരി വലിപ്പം തോന്നുന്നതുകൊണ്ട് നമുക്ക് പേടിയാവുമായിരുന്നു. ഇത് പേടിക്കാനൊന്നും ഇല്ല, സുഖം. ഞാനെ കൊണ്ടുപോകുന്നാലും കൊണ്ടുപോകാം. ഇവിടെ ഈ മോണ്ടിനിഗ്രോ പോലെ തന്നെയാണ് കേട്ടോ, അത് മൗണ്ടൈൻസും അതുപോലെ തന്നെ ലേക്കുകളുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നല്ല ഫുഡ് കിട്ടും. പിന്നെ വേറൊരു സാധനം ഉണ്ട്, അൽബേനിയൻ റാക്കി, അത് ട്രൈ ചെയ്യണം.
എനിക്കിപ്പോ ഈ റൂട്ടിലൂടെ പോകുമ്പോ നമ്മള് പണ്ട് വസായിന്ന് മുംബൈയിലോട്ട് പോകൂലേ, ആ ഒരു സെയിം സിറ്റുവേഷൻ സെയിം ഒരു ഇത് ആ ഒരു ഘാട്ട് റോഡിലൂടെ ഒക്കെ പോകൂലേ. അതെ, അതുപോലെ ഈ വീടുകളും മലകളും എല്ലാം കാണുമ്പോ കറക്റ്റ് ആ ഒരു റൂട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ വീടൊക്കെ ഇത് എന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളും ഫ്ലാറ്റുകളൊക്കെ അതേപോലെയാണ്. പോകുന്ന വഴിക്ക് ഒന്ന് പെട്രോൾ അടിക്കാൻ നിർത്തിയതാട്ടോ. അപ്പം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇനി 50 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക്. പിന്നെ ആമിയതേ വണ്ടി ഇരിപ്പുണ്ട്. ഇതാണ് നമ്മളെടുത്ത വണ്ടി. നമുക്ക് ഒരു ദിവസത്തേക്ക് 16 പൗണ്ട് ആട്ടോ. 16 പൗണ്ട് ആയ അല്ല 16 യൂറോ അയക്കുന്നത്. അപ്പൊ നമ്മളിതേ ബറാത്ത് ലക്ഷ്യമാക്കി പോകുന്ന വഴിക്ക് നിർത്തിയതാട്ടോ. ആകാശത്ത് കാണുന്ന ഒരു അത്ഭുതമല്ലേ നോക്കിയത്. നിങ്ങൾ പലപ്പോഴും കണ്ട ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത്ര എക്സൈറ്റ്മെന്റ് കേട്ടോ. എന്ത് രസമല്ലേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മോണ്ടിനിഗ്രോ ഫസ്റ്റ് ഡേ ആട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്ത്യയൊക്കെ പോലെ തന്നെ ആട്ടോ. ഫുള്ള് വേസ്റ്റ് കണ്ടോ, ഫുള്ള് വേസ്റ്റ് ആട്ടോ. ഇന്ത്യയിൽ ഇങ്ങനെ തന്നെ അല്ലേ അല്ലേ? അതെ, എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ കണ്ടോ മൊത്തം വേസ്റ്റ് ആട്ടോ. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതേ അത്ഭുതം നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. ഇതിലും മനോഹരമായ സാധനമുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ. നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ വരുക. നമ്മളിത് ബെറാറ്റിലെത്തി കേട്ടോ. ഇവിടുന്ന് ഒരു 3.2 കിലോമീറ്ററും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലോട്ട് എത്തും. ഇനി റൂമിൽ എത്തിയിട്ട് വേണം നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ബാക്കി ബെറാത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടുത്തെ പബ്ലിക് ബസ് ആണെന്ന് തോന്നുന്നു. നോക്കി, ഇത് KSRTC പോലെ തന്നെ ഉണ്ടല്ലേ. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ നമുക്ക് നാട്ടിൽ പോയൊരു പ്രതീതിയാണ് കേട്ടോ തോന്നുന്നത്. നല്ല രസമുണ്ട്. നാടെന്ന് വെച്ചാൽ കേരളത്തിൽ വന്നതല്ല, ഇപ്പൊ മുംബൈ അങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോയതിന്റെ ഒരു ഇത് നോക്കിയേ, ഫ്ലാറ്റ് ഒക്കെ നോക്കിയേ, ഫുള്ള് തുണിയൊക്കെ പുറത്ത് വിരിച്ചിട്ട് മുംബൈയിൽ ഇങ്ങനെയായിരുന്നു. ഇന്ത്യക്കാരെ പോലെ തന്നെ ഉണ്ട്. ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യക്കാരായിരിക്കും ചിലപ്പോ. നമ്മളിപ്പോ പോകുന്നത് ബറാറ്റിന്റെ ആ ഒരു നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന 1000 ജനാലകളുടെ നാട് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ മുന്നിലൂടെയാണ് കേട്ടാ. ഇതാണ് ആ പാലമൊക്കെ. അപ്പൊ നമുക്കിപ്പം റൂമിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. നോക്കി എന്ത് ഭംഗിയാന്ന്. ആക്ച്വലി ഇതിനുള്ളിലായിരുന്നു നമ്മൾ ഫസ്റ്റ് റൂം എടുത്തിരുന്നത്. പിന്നെ അത് പാർക്കിങ്ങിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ നമ്മളത് മാറ്റി അല്ലേ. ഇത് ഭംഗിയല്ലേ, ശരിക്കും ഒരു ഹെറിറ്റേജ് സ്ഥലമാട്ടോ. ഇതെനിക്ക് ചൂണ്ടയൊക്കെ ഇട്ടോണ്ട് ആൾക്കാർ നിൽക്കുന്നത്. ഇതും ഒരു പാലമുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയേ, അങ്ങനെ നമ്മൾ ആ ഒരു നമ്മളെടുത്തേക്കുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിട്ടോ. നമ്മളെ ബറാത്തിലുള്ള ഇതിന് നേരെ അപ്പുറയാണ് നമ്മുടെ ഇതുള്ളത്. പക്ഷെ ഇവിടുന്ന് ആ വ്യൂ ഇല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഉണ്ടെന്നാ വിചാരിച്ചത്. ഇത് മതിയല്ലോ വ്യൂ അല്ലേ. അത് മതി, ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ച. എന്റെ പൊന്നു, വരുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചതാണ് ഇത് കിട്ടണം. ഇത് ആപ്പിൾ മരമാട്ടോ. ഇതിങ്ങനെ ആപ്പിൾ അല്ല, ഓറഞ്ച് അല്ലേ. ഇത് ആപ്പിളാണ്. സിട്രസ് നെസ്റ്റ് എന്ന് പേര് വന്നാ. യെസ് ബേബി, ഒന്ന് ഊരി കൊടുത്തു. ചിലപ്പോ കൊറേ നേരം ഇട്ടിട്ട് മടുത്തിട്ടുണ്ടോ? ഇച്ചിരി നേരം ഒന്ന് ഊരി കൊടുത്തോ ആമി. ആക്ച്വലി ആഗ്രഹിച്ച 2 വ്യൂ ഞങ്ങൾക്ക് കിട്ടിയാട്ടത്. ഇപ്പുറ സൈഡിലെ മഞ്ഞുമല, അപ്പുറ സൈഡിലാണെങ്കിൽ നമ്മുടെ 1000 ജനാലകളുള്ള ആ ഒരു പട്ടണം. പട്ടണമാണ് എന്താണെന്ന് അറിയാം, ഗ്രാമം അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ കാണാട്ടോ. നമുക്ക് കുറച്ച് അകലെയാണ്, പക്ഷെ ആ ഒരു വ്യൂ ഉണ്ട്. ഇത് പൊളിച്ചോട്ടോ. ഇപ്പൊ ഈ സമയത്ത് വരുവാണ് അൽബേനിയ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ചെറിയ പൈസ ഉള്ളു ഇതിനും. നമ്മളെ റെന്റ് കാറിനെല്ലാം ചെറിയ പൈസ ഉള്ളു. ഇവിടെ തൊട്ട് താഴെ തന്നെ പാർക്കിംഗ് സേഫ് ആണ്, സെക്യൂർ ആണ്. അതുപോലെ റൂം ഒന്ന് കാണിച്ചു തരാം. പ്രൈവറ്റ് ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട്. 2 അടിച്ചുപൊട്ടിയിരിക്കായിരുന്നു. ഇത് നോക്ക്, അതിൽ റൂം ഒന്ന് കാണിച്ചു തരാട്ടാ. ഇതാണ് നമ്മുടെ റൂം. അതുപോലെ നമുക്ക് ആമിക്ക് വേണ്ടി എക്സ്ട്രാ ഒരു ക്രിബ് അവർ തന്നിട്ടുണ്ട്. ചെറിയ റൂമാണ്. നമ്മളൊരു ഹോട്ടലിലെ റൂം എടുക്കുന്നതിനാണ്. അതുപോലെ ഇതുപോലെ ഒരു ഇതുകൊണ്ട് അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. അതുപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമ്മൾ പറയുന്ന സമയത്തിന്. വേറെന്ത് വേണം അല്ലേ. ഇവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആണ്. അവര് പെട്ടെന്ന് വന്ന് എല്ലാം സെറ്റപ്പ് ആക്കി തന്നല്ലേ. 1000 ജനാലകൾ കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നല്ല ആ മഞ്ഞുമല നോക്കി 3-4 ഫോട്ടോ എടുക്കും.
ഞങ്ങൾ ആ ജാലകത്തിന്റെ അടുത്തൂടെ ഒക്കെ നടന്നു കേട്ടോ. പക്ഷെ അടുത്തുനിന്ന് കാണുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്നത്. അടുത്തൂടെ പോയി കഴിഞ്ഞാൽ വലിയ കാഴ്ചയ്ക്കൊന്നും ഇല്ല. ഇല്ലാന്നല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിനിങ്ങനെ ദൂരെ കണ്ടുകൊണ്ട് ഒരു ബിയർ അടിക്കാം. അത് അൽബേനിയൻ മെയ്ഡ് ബിയർ എത്താം. അടിപൊളി ബിയർ എത്താം. നമ്മൾ കിങ് ഫിഷർ ഒക്കെ പോലെ ഉണ്ട്. ബിയർ മാത്രമല്ല കേട്ടോ, നമ്മൾ അൽബേനിയൻ ട്രഡീഷണൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരുന്നുള്ളൂ. അവർ ബിയർ തന്നെ ആദ്യം പറഞ്ഞത് നല്ല ബിയറാന്ന് പറഞ്ഞു അൽബേനിയല്ലേ. ആണോ? ആ, വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഫുഡ് ഭയങ്കര ചീപ്പാട്ടോ. ഫുഡ് ഭയങ്കര റേറ്റ് ഇല്ല. ഫുൾ ഗ്രിൽഡ് ആണ്. ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് പോർക്ക്, ഗ്രിൽഡ് അങ്ങനെയുള്ള സംഭവം, വെജിറ്റബിൾസ്. അതെ. പക്ഷെ ഈ പറഞ്ഞ പോലെ 8 പൗണ്ടൊക്കെ ഉള്ളൂ. ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഇതിനകത്തോ ഒരു പോർഷൻ 8 പൗണ്ട്. അത് മാക്സിമം 8 പൗണ്ടല്ല, 8 യൂറോ. 8 യൂറോ. 8 പൗണ്ട് അന്നേരം 8 പൗണ്ടും വരുന്നില്ല അതെ അല്ലേ? ആമിക്കുട്ടി എന്താ കുടിക്കുന്നേ? കാണിച്ചേ. ഇങ്ങനെയുള്ള യാത്രയൊക്കെ ഫുഡ് മാക്സിമം അടിച്ച് കയറ്റിക്കോളൂ. അതെ, നമുക്ക് ആക്ച്വലി മോണ്ടിനെഗ്രോയിൽ അത്ര ഫുഡ് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. മോണ്ടിനെഗ്രോയിലും ഇതേപോലെ തന്നെയാണ്, ഗ്രിൽഡാ. പക്ഷെ നമുക്ക് എന്നെ പറ്റി നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ കുറെ അങ്ങ് ഓർഡർ ചെയ്തു. നമുക്ക് പകുതി തിന്നാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇത്തവണ നമ്മളതൊക്കെ പഠിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. ഞങ്ങളുടെ ടേബിൾ നോക്കിയേ, ഇവിടെ ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം. അത്തം പോലെ ഇല്ലേ? അത്തട്ട പോലെ ഇല്ലേ? എന്റെ പൊന്നെ, ഇതെല്ലാം കൂടെ തിന്നു തീർത്ത് എങ്ങനെ പോകും? അൽബേനിയൻ ബ്രെഡ്.